آمين والعاقبة للمتقين ولا عدوان إلا على الظالمين. ബഹുമാനികളായ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥനകളും കർമ്മങ്ങളുമെല്ലാം സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, പ്രത്യേകിച്ച് നമ്മുടെ സുബൈർ ഉസ്താദ്, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ തവണകളിലായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സക്കാത്തുമായി ബന്ധപ്പെട്ടാണ്. ഒരുപാട് വിഷയങ്ങളിൽ ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ധാരണയില്ലാത്തവരോ അല്ലെങ്കിൽ തെറ്റായ ധാരണ വെച്ചു പുലർത്തുന്നവരോ ആയ പല ആളുകൾക്കും നമ്മുടെ ഈ ചർച്ചകളിലൂടെ കാര്യങ്ങൾ ബോധിക്കുവാനുള്ള, മനസ്സിലാക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടായി വരുന്നു എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. ഇസ്ലാമിക ശരീഅത്തിൻ്റെ യഥാർത്ഥ സൗന്ദര്യം ചിന്തിക്കുന്ന ലോകത്തിൻ്റെ മുമ്പിൽ അതിനെ പ്രദർശിപ്പിക്കുമ്പോൾ ഏതൊരാൾക്കും ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാനുള്ള താല്പര്യവും ആവേശവും ഉണ്ടാക്കി തീർക്കുന്ന വിധത്തിൽ അതീവ സുന്ദരമായ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക, ധാർമ്മിക, രാഷ്ട്രീയ വ്യവസ്ഥിതി ആണ് വിശുദ്ധ ഇസ്ലാം. അത് ഓരോന്നും ഓരോന്നായി കുരുക്കഴിച്ചുകൊണ്ട് പറയാനുള്ള അവസരങ്ങൾ നമുക്ക് ലഭിക്കാത്തത് കൊണ്ടും, അത് പറയുന്നവർ തന്നെ വേണ്ട രീതിയിൽ പറയാതെ ദുർഗ്രാഹ്യമായ രീതിയിൽ പറയുകയും, അല്ലെങ്കിൽ കേൾക്കുന്ന ആളുകൾക്ക് അത് കേൾക്കാൻ താല്പര്യമില്ലാതെ, ഇങ്ങനെ പല രീതിയിൽ ഇസ്ലാമിക ശരീഅത്തിൻ്റെ സൗന്ദര്യം മുസ്ലിമീങ്ങൾക്കും പൊതുജനങ്ങൾക്കും മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ ആയി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ തൻ്റെ ഇടമുള്ള ഇസ്ലാമിക പ്രബോധകന്മാരും പണ്ഡിതന്മാരുമൊക്കെ, അത് പ്രസംഗിക്കുന്നവരാണെങ്കിലും പേന കൊണ്ട് എഴുതുന്നവരാണെങ്കിലും, ഇത്തരം വിഷയങ്ങളിൽ സജീവമായി ഇടപെട്ടുകൊണ്ട് ഇസ്ലാമിനെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ പടർന്ന് പന്തലിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അത് നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി കഠിനമായ പരിശ്രമം നടത്തേണ്ടിയിരിക്കുന്നു. അതിന് പറ്റിയ അവസരങ്ങളാണ് വെള്ളിയാഴ്ചകളിലെ നമ്മുടെ പ്രഭാഷണങ്ങൾ. അതുപോലെ നമ്മിലേക്ക് കടന്നു വരാനിരിക്കുന്ന വിശുദ്ധ റമദാനിൻ്റെ ദീനരാത്രങ്ങൾ. ഇതെല്ലാം നമുക്ക് രണ്ട് ലോകത്തും ഉപകാരപ്പെടുന്ന ഇൽമു കൊണ്ട് നമ്മൾ സജീവമാക്കണമെന്ന് ഞാൻ എൻ്റെ ഈ സംസാരത്തിൻ്റെ തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ റമദാനിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ ഒന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നമ്മൾ ഈ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ഇനിയും കുറേ പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെ. പിന്നെ റമദാനിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളവരാണ്. ഇനിയും നോമ്പ് വന്നാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അത് കേൾക്കുകയും ആവാം. എന്നാൽ സക്കാത്തിനെ കുറിച്ചുള്ള ചർച്ച വളരെ അപൂർവമാണ്. ഉള്ള ചർച്ചകൾ തന്നെ ധാരാളം ന്യൂനതകളും പോരായ്മകളും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മോശപ്പെട്ട ഫലങ്ങൾ നമ്മുടെ സമൂഹം ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പട്ടിണിയും പരിവട്ടവും വിട്ടുമാറിയിട്ടില്ലാത്ത അവസ്ഥയിലാണ് നമ്മുടെ സമൂഹം ഇന്നുമുള്ളത്. കൈകാട്ടി യാചിക്കേണ്ട അവസ്ഥ വ്യക്തികൾക്കും പ്രസ്ഥാനങ്ങൾക്കുമുണ്ട്, പള്ളികൾക്കും മദ്രസകൾക്കും മതസ്ഥാപനങ്ങൾക്കുമുണ്ട്. ഒരിക്കലും ഇസ്ലാമിൽ അത് ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ കേരളത്തിലെ മാത്രം ചരിത്രം, കേരളത്തിൻ്റെ മാത്രം അവസ്ഥ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇവിടെ ഒരു പാവപ്പെട്ടവന് വേണ്ടിയോ, ഒരു അനാഥ ബാലന് വേണ്ടിയോ, ഒരു പള്ളിക്ക് വേണ്ടിയോ, ഒരു മദ്രസക്ക് വേണ്ടിയോ ഒരിക്കൽ പോലും പിച്ചപ്പാത്രം എടുക്കേണ്ട ഒരു ഗതി കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. അത്രയും ഭദ്രമാണ് കേരള മുസ്ലിമീങ്ങളുടെ സാമ്പത്തിക അവസ്ഥ.
പക്ഷെ എന്നിട്ടും ഈ നാട്ടിലെ ഏറ്റവും വലിയ യാചകന്മാർ ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന സമൂഹമാണ്. അതിനെ ചികിത്സിച്ച് സുഖപ്പെടുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതിൻ്റെ അടിസ്ഥാന കർമ്മങ്ങളിൽപ്പെട്ടതാണ് ജനങ്ങൾക്ക് ആവശ്യമായ അറിവ് പകർന്നു കൊടുക്കുക. വിവരമുള്ളവർക്കും വിവരമില്ലാത്തവർക്കും അതിനു വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കൈവശപ്പെടുത്തി കൊടുക്കാൻ ഉള്ള അവസരങ്ങൾ കൊടുക്കുക. പല ആളുകൾ പലവട്ടം ഇങ്ങനെ പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് മാറ്റമുണ്ടാകും. ഒരു സംഘടിത രീതിയിലൊക്കെ ഇത് വരണമെന്ന് എൻ്റെ പല സംസാരങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ലെങ്കിലും അധികം വിദൂരമല്ലാത്ത ഭാവിയിൽ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾ, തൻ്റെ ഇടമുള്ളവർ, ഇസ്ലാമിനോട് താല്പര്യമുള്ളവർ, മുസ്ലിം സമൂഹത്തോട് കാരുണ്യമുള്ളവർ, നാടിൻ്റെയും സമൂഹത്തിൻ്റെയും പുരോഗതി ആഗ്രഹിക്കുന്നവർ അത്തരം വിഷയങ്ങളിൽ ചിന്തിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഒരു കൂട്ടായ്മ നമ്മുടെ ഈ കൊടിയത്തൂർ പഞ്ചായത്ത് കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ ഈ ചെറുവാടി പരിസര പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചോ ഒക്കെയുള്ള ഉത്തരവാദപ്പെട്ട ആളുകൾ, അതിന് പാർട്ടിയും സംഘടനയും പള്ളിക്കമ്മിറ്റിയും മഹല്ല് അങ്ങനെ ഒന്നും ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യം അതിനൊന്നുമില്ല. ഇതൊക്കെ എല്ലാവരും അംഗീകരിക്കുന്ന വിഷയങ്ങളാണ്, ഒരു തർക്കവുമില്ലാത്ത വിഷയങ്ങളാണ്. അപ്പം ഇത്തരം വിഷയങ്ങളിലൊക്കെ ഒന്ന് ഒരുമിച്ച് കൂടി കൂലങ്കഷമായി ചിന്തിച്ച് സക്കാത്തിൻ്റെ സംഭരണവും അതിൻ്റെ വിതരണവും ഇസ്ലാമിക രീതിയിൽ കൃത്യമായി പാലിക്കപ്പെടുന്ന ഒരു അവസ്ഥയിൽ ഇവിടെ കൊണ്ടുവരാൻ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് വളരെ വലിയ ഒരു സമരമാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളി ഉണ്ടാക്കി, നിസ്കരിക്കാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയ പള്ളിക്ക് നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചു. ഇന്നും ആ പള്ളിയുടെ സംവിധാനം നിലനിർത്തിക്കൊണ്ടുപോകാൻ, ആ പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടി, ആ പള്ളിയിൽ നിർവഹിക്കപ്പെടുന്ന കർമ്മങ്ങൾക്ക് വേണ്ടി, ആ പള്ളിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമ്പത്ത് ചെലവഴിക്കുന്നു. കാരണം അത് അല്ലദീന യുഖീമൂന സ്വലാഹ്, നിസ്കാരം നിലനിർത്തുക എന്ന് പറയുന്ന വിശ്വാസികളുടെ ബാധ്യതയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ ശുഷ്കാന്തിയാണ്, നിങ്ങളുടെ താല്പര്യമാണ്. എന്നാൽ അത് കഴിഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞത് വയുത്തൂന സക്കാഹ് അല്ലദീന യുഖീമൂന സ്വലാഹ് എന്ന് പറഞ്ഞിട്ട് വിഷയം അവസാനിച്ചിട്ടില്ല. അതിൻ്റെ അപ്പുറത്തുമുണ്ട് സാമൂഹിക ബാധ്യതയാണ്. ഒറ്റയ്ക്ക് ഓരോരുത്തരും ചെയ്യേണ്ടതല്ല. നിസ്കാരം ഒറ്റയ്ക്ക് ഓരോരുത്തർ ചെയ്യേണ്ടതല്ല. ചെയ്താൽ ശരിയാവും. നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നിസ്കരിച്ചാൽ നിസ്കാരം വീടിൽ പോകും. വെള്ളിയാഴ്ച ജുമാ അല്ലാത്ത നിസ്കാരങ്ങളൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാം. പക്ഷേ ഒരു പ്രദേശത്ത്, മുസ്ലിമീങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശത്ത് കൂട്ടമായ ഒരു നിസ്കാരം നടക്കൽ നിർബന്ധമാണ്. അതിനുവേണ്ടി ഒരു സംഘം ആളുകൾ പള്ളിയിൽ വന്ന് നിസ്കരിക്കൽ നിർബന്ധമാണ്. ഒരു സംഘം ആളുകൾ, നമ്മുടെ കിതാബുകളിലൊക്കെ എത്രത്തോളം എന്നറിയുമോ, ഇസ്ലാമിൻ്റെ ഷിയാറ് പുറത്ത് കാണുന്ന വിധത്തിൽ ഒരു നാട്ടിൽ ജമാഅത്ത് നടന്നിട്ടില്ലെങ്കിൽ ആ നാട്ടിലെ ജനങ്ങൾ മുഴുവനും കുറ്റക്കാരനാകും. നാട്ടിൽ ഇസ്ലാം ഉണ്ട് എന്ന് അറിയണം. അപ്പം അതിന് കുറേ ആളുകൾ പള്ളിക്ക് പോകുന്നു, കുറേ ആളുകൾ ഇങ്ങോട്ട് വരുന്നു, ഹൗലും കരക്ക് കുറേ ചെരുപ്പ് കാണുന്നുണ്ട്, ആളുകൾ ഒതുണ്ടാക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഈ രീതിയിൽ 5 നേരം അങ്ങോട്ട് പോകലും ഇങ്ങോട്ട് വരലുമായിട്ട് ഒരു നാട്ടിൻ്റെ പള്ളി സജീവമാകണം. ബാക്കിയുള്ള ആളുകൾ പോരേന്ന് നിസ്കരിച്ചാൽ നിസ്കാരം കഴിഞ്ഞു. അപ്പോൾ ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ സ്തംഭമായ നിസ്കാരം സാമൂഹിക ബാധ്യതയാണ്. അതിനുവേണ്ടി നമ്മൾ പള്ളികൾ നിർമ്മിക്കുന്നു, കോടിക്കണക്കിന് രൂപ നമ്മളതിന് ചെലവഴിക്കുന്നു. എന്നാൽ അതുപോലെയുള്ള സാമൂഹിക ബാധ്യതയാണ് സക്കാത്ത് നിർവഹണം. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്തത്? സക്കാത്ത് നിർവഹണത്തിന് വേണ്ടി ഇനി നമ്മൾ വേറെ ബിൽഡിങ് കെട്ടിപ്പോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് ഒരു അതോറിറ്റി ഉണ്ടാകണം, അതിനൊരു ഫൗണ്ടേഷൻ ഉണ്ടാകണം, അതിനൊരു കോർഡിനേഷൻ ഉണ്ടാകണം. എന്നിട്ട് അതിന് ഉത്തരവാദപ്പെട്ട ആളുകൾ കൂടിയിരുന്നു കൊണ്ട് വേണ്ട രീതിയിൽ അതിനെ ക്രമപ്പെടുത്തണം. ആ പള്ളിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ അത് നിർവഹിക്കാവുന്നതാണ്. ആ പള്ളിയുമായി ചുറ്റിപ്പറ്റിക്കൊണ്ട് തന്നെ അത് നിർവഹിക്കാവുന്നതാണ്. നിങ്ങളത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത പരിസര പ്രദേശങ്ങളിലുള്ള ആളുകൾ മുഴുവനും അതിൽ തൽപരരാവുകയും ഇത് വികസിച്ച് പടർന്ന് പന്തലിച്ച് നാടൊട്ടാകെ ഇത് ഒരു പ്രതിഭാസമായി മാറുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകും. പക്ഷെ നമുക്ക് താല്പര്യം വേണം. അതിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാൻ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാരും മതരംഗത്ത് പ്രവർത്തിക്കുന്ന നേതാക്കളും താല്പര്യം കാണിക്കണം. ഇത് കഴിഞ്ഞ കാലത്ത് ഇങ്ങനെ ചെയ്തു പോരുന്നുണ്ട്. എന്തെല്ലാം ഇവിടെ ചെയ്തു പോന്നിരുന്നു.
സക്കാത്തിന് വേണ്ടി ആളുകൾ പണക്കാരന്റെ വീട്ടിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇവിടെ. 2 രൂപ, എനിക്കൊക്കെ ഓർമ്മയുണ്ട്. 2 ഉറുപ്പിക സക്കാത്ത് കിട്ടാൻ വേണ്ടി ആളുകൾ മുതലാളിയുടെ വീട്ടിൽ ക്യൂ നിന്ന് 50, 60, 100 ആളുകൾ ക്യൂവിൽ നിൽക്കുകയാണ്. മുതലാളി കൊടുക്കുന്നത് 2 ഉറുപ്പികയാണ്. ഈ രീതിയിലുള്ള ആഭാസങ്ങൾ നമ്മുടെ നാട്ടിന്റെ പരിസരത്ത് നടന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടതാ. ഇതാണോ ഇസ്ലാമിലെ സക്കാത്ത്? നാട്ടിലുള്ള പാവപ്പെട്ട ആളുകളെ മുഴുവൻ നിങ്ങളെ വീട്ടിന്റെ ഉമ്മരപ്പടിക്കൽ കൊണ്ടുവന്ന് പിന്നെ അണിയായിട്ട് നിർത്തിയിട്ട് അവരുടെ മാനം കളയാൻ വേണ്ടി, അവരുടെ അന്തസ്സിനെ കവർന്നെടുക്കാൻ വേണ്ടി ചെയ്യുന്ന തോന്നിവാസത്തിന്റെ പേരല്ല സക്കാത്ത് എന്ന് പറയുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ഉത്ഭവ ചരിത്രത്തിന്റെ തുടക്കത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിന്നിൽ നിന്നുകൊണ്ട് നിസ്കരിച്ച സമുദായം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലേക്ക് സക്കാത്ത് കൊണ്ടുപോയി കൊടുത്ത സമുദായം. പക്ഷേ റസൂലുള്ളാന്റെ കാലശേഷം ജനങ്ങൾ 2 തട്ടിലായി. ഒരു കൂട്ടർ പറഞ്ഞു, നമ്മൾ ഇക്കാലം വരെ ഒരു നേതാവിൻ്റെ പിന്നിലാണ് നിസ്കരിച്ചത്, ആ നേതാവിൻ്റെ കയ്യിലാണ് നമ്മൾ സക്കാത്തും കൊടുത്തത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള നേതാവ് അബൂബക്കർ സിദ്ദീഖ് ആണ്, അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖിന്റെ ബാക്കിൽ നമ്മൾ നിസ്കരിക്കുന്നു, അതുപോലെ അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ നമ്മൾ സക്കാത്തും കൊടുക്കുന്നു എന്ന് ഒരു വിഭാഗം ആളുകൾ തീരുമാനിക്കുന്നു. എന്നാൽ വേറെ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു, നിസ്കാരം ഞങ്ങൾക്ക് അബൂബക്കറിന്റെ പിന്നിൽ തന്നെ നിസ്കരിക്കാം, പക്ഷെ സക്കാത്ത് അബൂബക്കറിന് കൊടുക്കൂല. കാരണം അവർ പരിശുദ്ധ ഖുർആനിലെ ആയത്ത് ദുർവ്യാഖ്യാനിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനിക്കുന്ന പരിപാടി, റസൂലുള്ളാന്റെ ഹദീസിനെ വളച്ചു കൊണ്ടുവരുന്ന പരിപാടി, ഇമാമിങ്ങൾ കിതാബിൽ എഴുതി വെച്ചതിനെ ദുരുപയോഗപ്പെടുത്തുന്ന പരിപാടി പണ്ട് തന്നെ തുടങ്ങിയിട്ടുണ്ട്. കാരണം അവർ പറഞ്ഞു, അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത് ഖുദ് മിൻ അംവാലിഹിം സ്വദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ. മുഹമ്മദ് നബിയെ, നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് സക്കാത്ത് വാങ്ങണം. ഖുദ് മിൻ അംവാലിഹിം, നിങ്ങൾ സക്കാത്ത് വാങ്ങണം എന്നാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്. അഥവാ സക്കാത്ത് വാങ്ങാനുള്ള അധികാരം അള്ളാഹു കൊടുത്തിട്ടുള്ളത് മുഹമ്മദ് നബിക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി ഇപ്പൊ ഇല്ല, രണ്ടാമത്തെ ഒരാളെ കയ്യിൽ സക്കാത്ത് കൊടുക്കൂല എന്ന് വാശി പിടിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിസ്കാരത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ എൻ്റെ പിന്നിൽ തുടർന്ന് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ സക്കാത്ത് എൻ്റെ കയ്യിൽ തരാതെ നിങ്ങളെ വെറുതെ വിടുന്ന പണിയില്ല. നിങ്ങൾ നിസ്കാരത്തിന്റെയും സക്കാത്തിന്റെയും ഇടയിൽ വേർപിരിവ് നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളോട് സൈനികമായി നേരിട്ട് നിങ്ങളെ കൈവശത്തിലുള്ള സക്കാത്ത് പിടിച്ചു വാങ്ങുക തന്നെ ചെയ്യും. എത്രത്തോളം എന്നറിയുമോ? ലൗ മനഊനി അഖാലൻ കാനൂ യുഅദ്ദൂനഹാ ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലഖാതൽതുഹും അലൈഹാ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കയ്യിലേക്ക് സക്കാത്തിൻ്റെ ഒട്ടക മൃഗങ്ങളെ, പശുവിനെ, ആടിനെ കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് അതിനെ തെളിച്ചു കൊണ്ടുപോകാനുള്ള ഒരു കടിഞ്ഞാണ് ഉണ്ടാകും, ഒരു ബ്രേക്ക് ഉണ്ടാകും. ഒട്ടകത്തിനെ കൊടുക്കുമ്പോൾ റസൂലുള്ളാന്റെ കയ്യിലേക്ക് ഒട്ടകത്തെ ഏൽപ്പിക്കുമ്പോൾ അതിൻ്റെ കഴുത്തിൽ കെട്ടിയിട്ടുള്ള കടിഞ്ഞാണുണ്ടല്ലോ, ആ കടിഞ്ഞാണ് പോലും എനിക്ക് നിങ്ങൾ ഏൽപ്പിക്കണം. ഒട്ടകത്തിനെ തെളിച്ചു കൊണ്ടുണ്ടെങ്കിൽ കയറ് വേണ്ടേ? അതുകൊണ്ട് ഒട്ടകത്തിനെ തരുമ്പോൾ അതിൻ്റെ കഴുത്തിൽ കെട്ടുന്ന കയറ് പോലും നിങ്ങൾ തന്നിട്ടില്ലെങ്കിൽ ലഖാതൽതുഹും അലൈഹാ, ഞാൻ നിങ്ങളോട് പടപൊരുതിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ 3ാമത്തെ സ്തംഭമായ സക്കാത്തിനെ നിലനിർത്തും എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാം. ഞങ്ങൾ ഒറ്റക്കൊറ്റക്ക് കൊടുത്തോളാം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ സമ്മതിച്ചില്ല. നിങ്ങൾ അങ്ങനെ ഒറ്റക്കൊറ്റക്ക് കൊടുക്കേ, നിസ്കാരം നിങ്ങൾ എൻ്റെ ബേക്കിലാണ് എങ്കിൽ സക്കാത്ത് നിങ്ങൾ എൻ്റെ ബേക്കിൽ ചെയ്യണം, അത് ശേഖരിച്ചു കൊടുക്കണം. പാവപ്പെട്ടവന് നിങ്ങളെ ഉമ്മറപ്പടിക്കൽ വന്നുകൊണ്ട് ഓച്ചാനിച്ചു നിൽക്കാനുള്ളതല്ല, അവൻ്റെ അഭിമാനം പറച്ചു കീറാനുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഇത് എവിടുന്ന് കിട്ടി, ആർക്ക് കൊടുക്കുന്നു, അത് അങ്ങനെ അറിയേണ്ട ആവശ്യമില്ല. അത് അതോറിറ്റിയുടെ കീഴിൽ ചെയ്യുക. ഇത് പണക്കാരൻ്റെ അടുത്ത് പോയിട്ട് ഒരു പാവപ്പെട്ടവൻ കൈകാട്ടി സക്കാത്ത് വാങ്ങുമ്പോൾ പിന്നെ അവനെ എപ്പോൾ കാണുമ്പോൾ അവനെ കാണുമ്പോൾ ഒന്ന് ചിരിച്ചു കൊടുക്കണം, അവനെ കാണുമ്പോൾ സല്യൂട്ട് അടിക്കണം, അവനോട് പിന്നെ ഒന്നും അപമര്യാദയായി പെരുമാറാൻ പാടില്ല, അവനോട് പിന്നെ തെറ്റായ കാര്യങ്ങൾ വിരോധിക്കാൻ പാടില്ല, അവനോട് അംറും ബിൽ മാറൂഫ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെയുള്ള അവസ്ഥാവിശേഷം ഇവിടെ ഉണ്ടാകാൻ പാടില്ല. ചില ആളുകൾ അതിനൊക്കെ ഗവൺമെന്റ് വേണ്ടേന്നൊക്കെ ഞാനൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. പോലീസും പട്ടാളവും വേണ്ടേ? അല്ല, നിസ്കാരത്തിന് പോലീസും പട്ടാളം വേണം. നമ്മൾ സാമൂഹികമായി നിസ്കരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു നാട്ടിൽ സംഘടിതമായി നിസ്കാരം നടന്നിട്ടില്ലെങ്കിൽ ആ നാട്ടിലെ ജനങ്ങളോട്
യുദ്ധം ചെയ്യണം എന്നാണ് ഇസ്ലാമിന്റെ നിയമം. ഒരു ഇസ്ലാമിക രാജ്യത്ത് മുസ്ലിമീങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശത്ത് സംഘടിത രീതിയിൽ നിസ്കാരം നടന്നിട്ടില്ലെങ്കിൽ ആ നാട്ടിലെ ജനങ്ങളോട് സൈനികമായി യുദ്ധം ചെയ്തുകൊണ്ട് അവരെ നിസ്കരിപ്പിക്കണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. അതേ നിയമം സക്കാത്തിന്റെ വിഷയത്തിലുണ്ട്. പക്ഷെ അത് ഇന്നിവിടെ കേരളത്തിൽ നടക്കൂല, ഇന്ത്യ രാജ്യത്ത് നടക്കൂല. ആയിക്കോട്ടെ, നടക്കാത്തത് നടക്കണ്ട. നിസ്കാരത്തിന്റെ വിഷയത്തിൽ നടക്കൂല, നോമ്പിന്റെ വിഷയത്തിൽ നടക്കൂല, സക്കാത്തിന്റെ വിഷയത്തിൽ നടക്കൂല എന്ന് നടക്കുന്നത് ചെയ്തൂടെ? ചില സംഗതികൾ നടക്കൂല എന്ന് കരുതിയിട്ട് ബാക്കിയുള്ളത് മുഴുവനും മുടക്കിക്കളയുന്നത് പൈശാചികതയാണ്. ഒരിക്കലും അതിന് സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഇത്തഖുല്ലാഹ മസ്തതഅതും, നിങ്ങൾക്ക് കഴിയുന്ന അത്ര അള്ളാഹുവിന് വഴിപ്പെടണം. കഴിയുന്ന അത്ര അള്ളാഹുവിന് വഴിപ്പെടാം. കഴിയാത്തത് നമ്മൾ എന്ത് ചെയ്യാൻ നിർവാഹമില്ല. അപ്പൊ അതുകൊണ്ട് അതിനൊരു അതോറിറ്റി ഉണ്ടാകലും ഒരു കൂട്ടായ്മ ഉണ്ടാകലും ഈ നാട്ടിലുള്ള പണ്ഡിതന്മാരും പണക്കാരും മുതലാളിമാരും പ്രമാണിമാരും അതിനോട് സഹകരിച്ചു പ്രവർത്തിക്കലും ഒക്കെ ഇസ്ലാമിന്റെ അടിസ്ഥാന ബാധ്യതകളിൽപ്പെട്ടതാണ്. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കുക. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കണിശമായി കൃത്യമായി പാലിച്ചു കൊണ്ടുവരുന്ന കാരണത്താൽ ചില പ്രദേശങ്ങളിൽ സക്കാത്തിന്റെ നിർവഹണം വളരെ ഭംഗിയായി നടന്നു പോകുന്നുണ്ട്. കോടിക്കണക്കിന് രൂപ വർഷം പ്രതി സക്കാത്ത് ശേഖരിക്കപ്പെടുന്ന നഗരങ്ങൾ ഈ കേരളത്തിലുണ്ട്. ഈ കേരളത്തിൽ മലപ്പുറത്തും കോഴിക്കോട്ടൊന്നുമല്ല, 2 കോടി 2.5 കോടി രൂപ വർഷം പ്രതി സക്കാത്ത് സ്വീകരിക്കുന്ന സക്കാത്ത് ഫൗണ്ടേഷനുകളുണ്ട്. അവർ എന്തുകൊണ്ട് 2.5 കോടി? അവരുടെ താടിക്ക് ചുവട്ടിൽ വേറെയും പല മഹല്ല് കമ്മിറ്റികളുണ്ടല്ലോ, അവരുടെ പ്രദേശത്ത് വേറെയും മതസംഘടനകളുണ്ടല്ലോ. ആ മതസംഘടനകൾക്കൊക്കെയും സക്കാത്ത് കമ്മിറ്റികളുമുണ്ട്. പക്ഷേ ആ കമ്മിറ്റികൾക്ക് വർഷങ്ങളോളമായിട്ട് പ്രവർത്തിച്ചിട്ട് അവിടെയുള്ള ആവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ആ കമ്മിറ്റികളൊക്കെ വെറും പേരിൽ ഉള്ള കമ്മിറ്റിയാണ്. പേരിൽ ആയതുകൊണ്ട് കാര്യമില്ല. ക്രിയാത്മകമായിരിക്കണം, ആക്റ്റീവായിരിക്കണം, ഇത് സജീവമായിരിക്കണം. ഇവർ കാര്യത്തിൽ തന്നെയാണ്, ഇവർ തമാശക്ക് വേണ്ടിയുള്ള കമ്മിറ്റിയല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആളുകൾ, സമ്പന്നരായ ആളുകൾ സഹകരിക്കും. എൻ്റെ സമ്പത്ത് സംസ്കരിക്കണമെന്ന് തീരുമാനമെടുത്ത മുതലാളിമാരുണ്ടാകും. അവർ അതിനൊരു വഴി കാണും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സമ്പാദിക്കാനുള്ള എല്ലാ പ്രചോദനവും ഇസ്ലാം നൽകിയിട്ടുണ്ട്. ഒരാൾക്ക് എത്രത്തോളം സ്വത്ത് സമ്പാദിക്കാം ഇസ്ലാമിൽ കയ്യും കണക്കില്ല. ഒരാൾക്ക് എത്ര വലിയ കോടീശ്വരനാകാമെന്നതിന് വിശുദ്ധ ഇസ്ലാമിൽ ഒരു നിയന്ത്രണവുമില്ല. 2 കാര്യങ്ങൾ, ഉപാധികൾ മാത്രമേ ഉള്ളൂ. ഒന്ന്, അവൻ്റെ സമ്പത്തിൻ്റെ ഉറവിടം ഹലാലായിരിക്കണം. ഹലാലായ ഉറവിടത്തിലൂടെ മാത്രമേ അവന് സമ്പാദിക്കാവൂ. അങ്ങനെ സമ്പാദിച്ച് എത്രയും സമ്പാദിക്കാം. 2ാമത്തെ ഉപാധി, അവൻ്റെ സമ്പത്തിനെ സംസ്കരിക്കണം. സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അവന് ഒരു നിശ്ചിത വിഹിതം ആ സമ്പത്തിൽ നിന്ന് മറ്റുള്ളവരുടെ അവകാശം നീക്കി വെക്കണം. അഥവാ സക്കാത്ത് നീക്കി വെക്കുകയും ഹലാലായ വഴിയിലൂടെ സോഴ്സിലൂടെ കൊണ്ടുവരികയും ചെയ്യുകയാണെങ്കിൽ അവന് കയ്യും കണക്കുമില്ലാതെ സമ്പാദിക്കുവാനുള്ള അവകാശം ഇസ്ലാമിലുണ്ട്. ഒരു നിയന്ത്രണവും ഇല്ല. സമ്പാദിക്കണമെന്നാണ് പറയുന്നത് ഇസ്ലാം. എത്രത്തോളം എന്നറിയുമോ? ഇദാ ഖാമത്തിൽ ഖിയാമത്തു വഫീ യദി അഹദികും ഫസീലത്തുൻ ഫഇൻ ഇസ്തതാഅ അൻ ലാ യഖൂമ അൻഹാ ഖബ്ല അൻ യഗ്രിസഹാ ഫൽയഗ്രിസ്ഹാ. എത്ര കടുപ്പമുള്ള അധ്യാപനമാണ്! അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, ഖിയാമത്ത് നാൾ പൊട്ടിപ്പുറപ്പെടുന്നത് നിങ്ങൾ കാണുന്നു. കിഴക്കും പടിഞ്ഞാറുമുള്ള പർവ്വതങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നത് നിങ്ങൾ കാണുന്നു. ആകാശം കുലുങ്ങുന്നത് നിങ്ങൾ കാണുന്നു. പക്ഷേ നിങ്ങളെ കയ്യിൽ ഒരു മാവിൻ്റെ തൈയുണ്ട്, നിങ്ങളെ കയ്യിൽ ഒരു തെങ്ങിൻ്റെ തൈയുണ്ട്. ആ തൈയുമായിട്ട് നിങ്ങളിങ്ങനെ അത് കുഴിച്ചിടാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് ഖിയാമത്ത് നാൾ പൊട്ടിപ്പുറപ്പെടുന്നത് നിങ്ങൾ കാണുന്നത്. എങ്കിൽ പോലും പേടിച്ചു ഓടാതെ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് ആ ചെടി നട്ടുപിടിപ്പിക്കുവാനുള്ള ചങ്കൂറ്റവും നട്ടെല്ലും നിങ്ങൾക്കുണ്ടെങ്കിൽ അതവിടെ കുഴിച്ചിട്ട് കൊള്ളണേ എന്ന് പറഞ്ഞ ഒരു സിദ്ധാന്തം ലോകത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വിശുദ്ധ ഇസ്ലാമാണ്. ആ തൈ അവിടെ കുഴിച്ചിട്ടിട്ട് വല്ല കാര്യമുണ്ടോ? ഖിയാമത്ത് നാൾ പൊട്ടിപ്പുറപ്പെട്ടു, ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നു. ഒരു തെങ്ങിൻ്റെ തൈ വെച്ചാൽ അത് കുലച്ച് ഒരു തേങ്ങ ലഭിക്കണമെങ്കിൽ എത്ര കൊല്ലം പിടിക്കും? ഇവിടെ ലോകം അവസാനിച്ചു. എന്നാൽ പോലും അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് അത്രയും കിടിലൻ ഉദാഹരണമാണ്. ഖിയാമത്ത് നാൾ അവസാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവനാണോ അവിടെ തന്നെ നിൽക്കണം.
അവിടെ നിന്ന് ഓടിപ്പോകാൻ പാടില്ല എന്ന് പഠിപ്പിച്ച മതമാണ് വിശുദ്ധ ഇസ്ലാം. അതുകൊണ്ട് ഉൽപാദനം വർദ്ധിക്കണം, ഉൽപാദനം വർദ്ധിക്കും, കൃഷി വർദ്ധിക്കണം, കൃഷി വർദ്ധിക്കും, കച്ചവടം വർദ്ധിക്കണം, കച്ചവടം വർദ്ധിക്കും. പെണ്ണ് കെട്ടണം എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ലേ? 1 അല്ല 2 അല്ല 3 അല്ല 4 വരെ കെട്ടാനുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിലെല്ലാം സന്താനങ്ങൾ ഉണ്ടാവണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരുണ്ടാവണം, മുഹമ്മദ് റസൂലുള്ളാഹ് പറയുന്നവരുണ്ടാവണം. അപ്പൊ ഇവർക്കൊക്കെ ആരാ തിന്നാൻ കൊടുക്കാൻ നോക്കും ചില ആൾക്കാർ. ഈ മാൽത്തൂസ് എന്ന് പറഞ്ഞൊരു ചങ്ങാതി ഉണ്ടായിരുന്നു പണ്ട്. മാൽത്തൂസിയൻ തിയറി എന്ന് പറഞ്ഞ് എക്കണോമിക്സിൽ ഒരു തിയറി സ്കൂളിലൊക്കെ പഠിക്കുന്നതാണ്. അതായത് തോനെ കുട്ടികളുണ്ടായാലും തിന്നാൻ കൊടുക്കാൻ കഴിയൂല, അതുകൊണ്ട് സന്താന നിയന്ത്രണം, ഫാമിലി പ്ലാനിങ് എന്ന് പറഞ്ഞിട്ട് ഇടക്കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. നമ്മൾ 2 നമുക്ക് 2, പിന്നെ പോയി നമ്മൾ 1 നമുക്ക് 1. ഈ സിദ്ധാന്തമത്തേക്ക് വലിച്ചു കീറി തോട്ടിലെറിഞ്ഞ മതമാണ് ഇസ്ലാം. കാരണം 4 കെട്ടിയിട്ട് 4ലും സന്താനോൽപാദനം നടത്താനുള്ള അധികാരവും അവകാശവും കൊടുത്ത അതേ കൂട്ടത്തിൽ തന്നെ കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള സംവിധാനം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. വ്യാവസായിക ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള സംവിധാനം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. പട്ടിണി നിർമ്മാർജ്ജനം ചെയ്യാനുള്ള എല്ലാ പാക്കേജും ഇസ്ലാമിലുണ്ട്. വെറും പെണ്ണ് കെട്ടി കുട്ടികളെ ഉണ്ടാക്കി റോട്ടിലേക്ക് ഇറക്കി വിടാൻ മാത്രമല്ല ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്, ആ കുട്ടികൾക്ക് മരിക്കുന്നത് വരെ ജീവിക്കുവാനുള്ള ഉപാധിയും സംവിധാനങ്ങളും ഇസ്ലാമിലുണ്ട്. പക്ഷേ അത് നിർവഹിക്കപ്പെടുന്നുണ്ടോ? ഇല്ല എന്നതാണ് സത്യം. സമ്പത്ത് കെട്ടിപ്പൂട്ടി കിടക്കപ്പെടുകയാണ്. ഒരിക്കലും ഇസ്ലാം അത് അനുവദിക്കുന്നില്ല. എത്രത്തോളം നിങ്ങൾ നോക്കൂ, ഒരു കുട്ടി ഒരാൾ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സമ്പത്ത്, ഒരു 10 ലക്ഷം രൂപയുടെ ഉടമസ്ഥനായ ഒരാൾ മരിച്ചു. അദ്ദേഹത്തിന് ഒരു കുട്ടി അനാഥനായിപ്പോയി, ഒരു യതീമായി പോയ കുട്ടി. വാപ്പ മരിച്ചപ്പോൾ ആ കുട്ടിക്ക് വലിയൊരു സംഖ്യ ലഭിച്ചു. അനന്തര സ്വത്തായിട്ട് തൻ്റെ പിതാവിൻ്റെ 10 ലക്ഷം രൂപ ലഭിച്ചു. എങ്കിൽ ആ 10 ലക്ഷം രൂപ പെട്ടിയിൽ വെക്കാൻ പാടില്ല. കുട്ടിക്ക് കിട്ടിയ പൈസ, 10 വയസ്സായ പ്രായപൂർത്തി എത്താത്ത കുട്ടി, ആ കുട്ടി തൻ്റെ പിതാവ് മരിച്ചപ്പോൾ തനിക്ക് ലഭിച്ചിട്ടുള്ള അനന്തര സ്വത്ത്, ആ അനന്തര സ്വത്ത് എന്ത് ചെയ്യണമെന്ന ഇസ്ലാം പഠിപ്പിച്ചത്? ആ കുട്ടിയുടെ കയ്യിൽ അത് കൊടുക്കാൻ പാടില്ല. കാരണം അവൻ കുട്ടിയാണ്. നിങ്ങൾ നോക്കൂ, വലാ തുഅ്തുൽ അസ്സുഫഹാ അംവാലകുമുല്ലതി ജഅലല്ലാഹു ലക്കും ഖിയാമാ. നിങ്ങളുടെ ജീവിത വ്യവസ്ഥിതിയുടെ നട്ടെല്ലാണ് സമ്പത്ത് എന്ന ഖുർആൻ പറയുന്നത്. സൂറത്തുൻ നിസാഇന്റെ 4-ാമത്തെ സൂക്തത്തിൽ എന്ന് പറയാണ്, നിങ്ങളുടെ ജീവിതത്തിന്റെ നട്ടെല്ലാണ് സമ്പത്ത്. അതുകൊണ്ട് ആ സമ്പത്ത് വിഡ്ഢികളുടെ കയ്യിൽ കൊടുക്കാൻ പാടില്ല. പൈസ കിട്ടിയാൽ എന്താ കാട്ടേണ്ടതെന്ന് അറിയില്ല. പൈസ കിട്ടിയാൽ ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് കളയും, പൈസ കിട്ടിയാൽ ഏതെങ്കിലും മാർക്കറ്റിൽ കൊണ്ടുപോയി കളയും. അങ്ങനെ കളയുന്ന വിവേകമില്ലാത്ത ആളുകളുണ്ട്. അവരെ കയ്യിൽ പണം ഏൽപ്പിക്കാൻ പാടില്ല. ഇസ്ലാമിക ഗവൺമെന്റ് ഉണ്ടെങ്കിൽ അവർക്ക് കൈവലങ്ങിടപ്പെടും, അവൻ ഹജർ ചെയ്യപ്പെടും. അവനെപ്പറ്റി മഹ്ജൂർ എന്നാണ് പറയുക. മഹ്ജൂർ എന്ന് പറഞ്ഞാൽ സ്വന്തം സമ്പത്തിൽ ക്രയവിക്രയം ചെയ്യാൻ അവകാശമില്ലാത്തവൻ. പൈസ ഉണ്ട് തന്നെ, പക്ഷെ അത് ചെലവാക്കാനുള്ള അവകാശം എനിക്ക് നൽകുകയില്ല, ഗവൺമെന്റ് നൽകൂല. കാരണം ഈ പൈസ നിങ്ങളെ കയ്യിൽ അല്ലാഹു തആല ഒരു അമാനത്തായിട്ട് ഏൽപ്പിച്ചതാണ്. അത് ഒന്നുകിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടണം, അല്ലെങ്കിൽ നിങ്ങളെ ഭാര്യ സന്താനങ്ങൾക്ക് ഉപകാരപ്പെടണം, അല്ലെങ്കിൽ നാട്ടുകാർക്ക് ഉപകാരപ്പെടണം. ഇത് ആർക്കും ഉപകാരപ്പെടാതെ പൈസ കൊണ്ടുപോയി നാശാക്കാൻ പാടില്ല. അതുകൊണ്ട് സ്വന്തം പൈസയാണെങ്കിൽ പോലും അവന്റെ കയ്യിൽ അത് കൊടുക്കാൻ പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞു. അതുപോലെ യതീമായ കുട്ടി, സ്വന്തം ബാപ്പ മരിച്ചപ്പോ അവന് 10-25 ലക്ഷം രൂപ അനന്തരം കിട്ടിയിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടത്? ആ പൈസയെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ഇത്തജിറൂ ഫീ അംവാലിൽ യതാമാ. യതീമുകളുടെ സമ്പത്തിൽ നിങ്ങൾ കച്ചവടം നടത്തണം. എന്തിന്? ഹത്താ ലാ തഅക്കുലഹു സകാത്തു. സകാത്ത് അതിനെ തിന്നു തീർക്കാതിരിക്കാൻ വേണ്ടി. സകാത്ത് തിന്നു തീർക്കാൻ പാടില്ല. കാരണം യതീം കുട്ടിയുടെ ഒരു 40 ലക്ഷം രൂപ, യതീം കുട്ടിക്ക് സ്വന്തം പിതാവിൽ നിന്ന് അനന്തരമായി 40 ലക്ഷം രൂപ കിട്ടി. എന്നാൽ ആ പൈസ യതീം കുട്ടിയുടെ കയ്യിൽ കൊടുക്കാൻ പാടില്ല. കാരണം അവൻ പക്വതയില്ലാത്തവനാണ്. നമ്മുടെ സമ്പത്ത് വ്യവസ്ഥ, നമ്മുടെ ജീവിത വ്യവസ്ഥിതിയുടെ നട്ടലായ സമ്പത്ത് വിവേകമില്ലാത്ത കുട്ടിയുടെ കയ്യിൽ കൊടുക്കാൻ പാടില്ല. എന്നാൽ പിന്നെ ബാങ്കിൽ ലോക്കറിൽ വെക്കാൻ പറ്റുമോ? പറ്റില്ല. പത്തായത്തിൽ വെക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഈ 40 ലക്ഷം എന്തുകൊണ്ട്? നിങ്ങൾ ആ പണം ലോക്കറിൽ വെച്ച് കഴിഞ്ഞാൽ 1 വർഷം പൂർത്തിയാകുമ്പോൾ ആ 40 ലക്ഷം രൂപയിൽ നിന്ന് 1 ലക്ഷം രൂപ എടുത്ത് സക്കാത്തായി കൊടുക്കേണ്ടി വരും. ഈ 40 ലക്ഷം ഉറുപ്പിയില്ലേ, ഈ 40 ലക്ഷം ഉറുപ്പിയ 1 കൊല്ലം കൃത്യമായാൽ യതീം കുട്ടിയുടെ അക്കൗണ്ടിൽ അത് 39 ചുരുങ്ങി. 1 ലക്ഷം എവിടേക്ക് പോയി? അവകാശികൾക്ക് പോയി.
അത് യതീം കുട്ടിയോട് കാണിക്കുന്ന അക്രമമാണ്. കാരണം ഞാൻ വിവരമില്ലാത്തതിൻ്റെ പേരിൽ, ഞാൻ പ്രായവും പക്വതയും ഇല്ലാത്തതിൻ്റെ പേരിൽ എൻ്റെ വാപ്പൻ്റെ സ്വത്ത് വേറെ ഒരാളെ കയ്യിലേക്ക് പോകുന്ന ഒരവസ്ഥാവിശേഷം അതെനിക്ക് ഇഷ്ടപ്പെടൂല. അതുകൊണ്ട് എൻ്റെ സമ്പത്തിൽ കുറവ് വരാൻ പാടില്ല. എന്നാൽ സക്കാത്ത് കൊടുക്കുകയും വേണം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഉത്തരവാദപ്പെട്ടവനെ വിളിച്ചു പറയുന്നു. ഉത്തരവാദപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ ആരാ? ഈ കുട്ടിയുടെ എളാപ്പ ഉണ്ടാകും, മൂത്താപ്പ ഉണ്ടാകും, അല്ലെങ്കിൽ ബന്ധപ്പെട്ട കുടുംബക്കാരുണ്ടാകും, അല്ലെങ്കിൽ ഇസ്ലാമിക ഗവൺമെന്റ് ഉണ്ടാകും, പള്ളി കമ്മിറ്റി ഉണ്ടാകും, കാരണവന്മാരുണ്ടാകും. അവരോട് അള്ളാന്റെ റസൂൽ പറയുന്നു, ഇത്തജിറൂ ഫീ അംവാലിൽ യതാമ, അനാഥന്മാരായ കുട്ടികളുടെ സമ്പത്ത് നിങ്ങൾ കെട്ടിപ്പൂട്ടി വെക്കാൻ പാടില്ല, അതിൽ നിങ്ങൾ കച്ചവടം നടത്തണം. അത് പറഞ്ഞപ്പോൾ കാരണം പറഞ്ഞത് ഹത്താ ലാ തഅകുലഹു സകാത്തു, സകാത്ത് അതിനെ തിന്നു കളയാതിരിക്കാൻ വേണ്ടി. 82 ലക്ഷം രൂപ യതീം കുട്ടിയുടെ അക്കൗണ്ടിലുണ്ട്. ഒന്നാമത്തെ കൊല്ലം കഴിഞ്ഞപ്പോൾ 2 ലക്ഷത്തി സംതിങ് അതിൽ നിന്ന് കുറഞ്ഞു. രണ്ടാമത്തെ കൊല്ലം കഴിഞ്ഞപ്പോഴും 1 ലക്ഷത്തിലധികം രൂപ അതിൽ നിന്ന് കവർന്നെടുക്കപ്പെട്ടു. 2-3 കൊല്ലം കണ്ട് കഴിഞ്ഞ് നോക്കുമ്പോൾ 3-4 ലക്ഷം ഉറുപ്പ്യ പോയ വഴി കാണാനില്ല. ആരെ പൈസ? യതീം കുട്ടിന്റെ പൈസ. അപ്പൊ അത് പോവാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ സമ്പത്ത് മാർക്കറ്റിൽ വരട്ടെ. സമ്പത്ത് പത്തായത്തിൽ വെക്കാനുള്ളതല്ല. ഈ കുട്ടിയുടെ പണം അങ്ങാടിയിൽ കടന്ന് കറങ്ങണം. അങ്ങാടിയിൽ കടന്ന് കറങ്ങേണ്ട സാധനമാണ് പൈസ എന്ന് പറയുന്നത്. ജനങ്ങളെ കയ്യിൽ പോക്കറ്റിൽ ഇരിക്കേണ്ട സാധനമല്ല. സ്വർണവും വെള്ളിയും മാർക്കറ്റിൽ വരണം. പൊരയിൽ കെട്ടിവെക്കേണ്ട സാധനമല്ല സ്വർണവും വെള്ളിയും. കൈലായൂന ദൂലത്തം ബൈനൽ അഗ്നിയായി മിൻകും, സൂറത്തുൽ ഹശ്റിന്റെ 8-ാമത്തെ സൂക്തത്തിൽ അല്ലാഹ് പറയുന്നത് കാണാം. ഇസ്ലാമിക പ്രസ്ഥാനം മറ്റൊരു പ്രദേശത്ത് പോയി കീഴടക്കിയാൽ അവിടെയുള്ള സമ്പത്ത് മുസ്ലിമീങ്ങൾക്ക് ലഭിക്കും. അതിന് ഫൈ എന്നാണ് പറയുക. ഫൈന്റെ സ്വത്ത് എന്താ ചെയ്യേണ്ടത് എന്ന് വ്യക്തമായി വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു. അതിങ്ങനെ ഓരോ ആളുകൾക്ക് ഇവർക്ക് കൊടുക്കണം, ഇവർക്ക് കൊടുക്കണം, ഇങ്ങനെ പറഞ്ഞിട്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കണം, ഗതിയില്ലാത്തവർക്ക് കൊടുക്കണം, അതുപോലെ കുടുംബക്കാർക്ക് കൊടുക്കണം, ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം അല്ലാഹ് പറയാണ് എന്തിനാണ് അങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞത്? അത് ഖജനാവിൽ കെട്ടിപ്പൂട്ടി വെക്കരുത്. ഇസ്ലാമിക ഗവൺമെന്റിന്റെ ഖജനാവിൽ വെക്കാൻ പാടില്ല. എന്തുകൊണ്ട്? അതിന്റെ ന്യായം പറഞ്ഞു. കൈലായൂന ദൂലതൻ ബൈനൽ അഗ്നിയാഇ മിൻകും, അത് ഏതാനും ചില മുതലാളിമാരുടെ കയ്യിൽ സൂക്ഷിപ്പ് സ്വത്തായി ഇരിക്കാതിരിക്കാൻ വേണ്ടി. മുതലാളിമാരെ പെട്ടിയിൽ വെക്കാനുള്ളതല്ല പൈസ. പൈസ മാർക്കറ്റിൽ കടന്ന് കറങ്ങാനുള്ളതാണ്. അപ്പോഴേ അത് വർദ്ധിക്കുകയുള്ളൂ. പണത്തിന്റെ പ്രത്യേകതയാണ് വർധനവ്. പണം വർദ്ധിക്കണമെങ്കിൽ സ്വന്തം വർദ്ധിക്കൂല. അത് ജീവനുള്ള സാധനമല്ല. പെറ്റുപെരുകാൻ അതിനെ നമ്മൾ പ്രസവിപ്പിക്കണം. അതിനെ നമ്മൾ ഉൽപാദന രംഗത്ത് കൊണ്ടുവരണം. അതിനെ പെരുക്കിക്കൊണ്ടുവരണം. 2-4 ആവണം, 4-8 ആവണം. അങ്ങനെ അത് ഗുണീഭവിച്ചുകൊണ്ട് വലിയ സംഖ്യകളായിട്ട് മാറണം. അതുകൊണ്ട് യതീം കുട്ടികളുടെ സമ്പത്തിൽ നിങ്ങൾ കച്ചവടം നടത്തണം എന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. അപ്പോൾ കച്ചവടം നടത്തുമ്പോൾ യതീം കുട്ടിക്ക് നഷ്ടമില്ല. മറ്റൊന്ന്, നാട്ടിൽ ആ സാമ്പത്തിക പ്രക്രിയ സജീവമാകും. മറ്റൊന്ന്, സക്കാത്ത് കൊടുക്കപ്പെടും. അപ്പൊ യതീം കുട്ടിയുടെ സമ്പത്തിൽ നിന്ന് പോലും സാധുക്കൾക്ക് അവകാശം ലഭിക്കുന്നു. യതീം കുട്ടിക്ക് കുറവും വരുന്നില്ല, പാവപ്പെട്ടവന് അതിന്റെ ആനുകൂല്യം ലഭിക്കുകയും ചെയ്യുന്നു. ഇത്രമാത്രം സുന്ദരമാണ് ഇസ്ലാമിന്റെ പ്രത്യയശാസ്ത്രം. ഇത് ഈ രീതിയിൽ ഇങ്ങ് പ്രയോഗവൽക്കരിച്ചാൽ ഈ നാട്ടില് സാമ്പത്തിക സമൃദ്ധി കൊണ്ട് ഒരാളും ദാനധർമ്മത്തിന് വേണ്ടി കൈ നീട്ടുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാവുകയില്ല. ഇനി സ്വർണത്തിന്റെ ഒക്കെ ഒരു അവസ്ഥ നിങ്ങൾ എടുത്തു നോക്കി. ഭൂമിയുടെ അവസ്ഥ എടുത്തു നോക്കും. ഭൂമിക്ക് സക്കാത്തുണ്ടോ? ഭൂമിക്ക് സക്കാത്തില്ല. എല്ലാവരും പറയും ഭൂമിക്ക് സക്കാത്തില്ല. അതെന്തേ ഭൂമിക്ക് സക്കാത്തില്ലാത്തത്? ഭൂമിയിൽ നടക്കുന്ന പണിയാണ് കൃഷി. കൃഷിയുടെ സക്കാത്ത് ഉണ്ടല്ലോ, ഉണ്ട്. എത്ര ശതമാനം കൃഷിയുടെ സക്കാത്ത്? 10%. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെറിയ രീതിയിൽ വിശദീകരിച്ചിരുന്നു. സാധാരണ സമ്പത്തിന്റെ സക്കാത്ത് 2.5% കാർഷിക ഉൽപ്പന്നങ്ങളുടെ സക്കാത്ത് 10% അല്ലെങ്കിൽ 5%. 2 രീതിയുണ്ട്. അതെന്തേ? സാധാരണ സ്വർണത്തിനും വെള്ളിക്കും വരെ 2.5%. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് 5% അല്ലെങ്കിൽ 10%. അതെന്താ കൂടി? വെറുതെ കൂടിയതല്ല. അത് ഭൂമിയുടെ സക്കാത്തും കൂടി ഈടാക്കാൻ വേണ്ടിയിട്ടാ. ഭൂമി വെറുതെ ഇടാനുള്ളതല്ല. ഭൂമി ഏറ്റവും വലിയ മുതലാണ്. അതുകൊണ്ട് ഭൂമിയുടെ സക്കാത്ത് ഈടാക്കാൻ വേണ്ടി അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ ശതമാന വിഹിതം വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ഇന്ന് കൃഷി നടക്കുന്നില്ല. ഇന്ന് ആളുകൾ ചുളിവിൽ പണം ഉണ്ടാക്കുന്നു.
ഇന്ന് റിയൽ എസ്റ്റേറ്റുകളാണ് എങ്കിൽ അവനെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട്. കൃഷിയുടെ പേരിൽ ഇസ്ലാം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് 10% നിന്റെ സമ്പത്തിൽ നിന്ന് നൽകാൻ പരിപാടി ഇസ്ലാമിനുണ്ടായിരുന്നു. പക്ഷേ നിന്റെ കുറുക്കന്റെ കൗശലമുണ്ടല്ലോ, അതുകൊണ്ട് സമ്മതിക്കൂല. വകുപ്പ് ഉണ്ടാക്കണം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ മുതലാളിമാർക്ക് രക്ഷപ്പെട്ടു പോകാനുള്ള പ്രത്യയശാസ്ത്രമല്ല. അതെങ്ങനെ വകുപ്പുണ്ടാക്കാം? മുതലാളിനോട് ചോദിക്കുക, നിങ്ങളെ 10 സെന്റ് ഭൂമിക്ക് എന്താ വില? ആ തൊള്ളേ തോന്നിയ വില. 10 സെന്റ് ഭൂമിക്ക് തൊള്ളേ തോന്നിയ വില അല്ല. 10 റുപ്യ ബസ് ചാർജ് ഉള്ളത് 12 റുപ്യ ആക്കണമെങ്കിൽ അതിന് സമരം ചെയ്യണം. 10 രൂപ ബസ്സിന് കാശ് കൊടുക്കുന്ന സ്ഥലത്ത് ചെറുവാടിയിൽ നിന്ന് മുക്കത്തേക്ക് 10 റുപ്യ ആണെങ്കിൽ അതൊരു 12 റുപ്യ ആക്കണമെങ്കിൽ എത്ര സമരം ചെയ്യണം? പോത്തർച്ചി 300 രൂപക്ക് വിൽക്കാൻ തുടങ്ങിയിട്ട് എത്രയായി? ഒരു 320 ആക്കണമെങ്കിൽ ഈ എന്താ പറയാ കശാപ്പുകാര് എത്ര ഒച്ചപ്പാടും മുറവിളിയും കൂട്ടണം. അങ്ങനെ മാർക്കറ്റിലെ വിലകളിൽ മാറ്റം വരുത്തണമെങ്കിൽ ഇമ്മിണി പ്രയാസമുണ്ട്. അത് മാർക്കറ്റ് തന്നെ ഓട്ടോമാറ്റിക്കലി നിയന്ത്രിക്കും. എക്കണോമിക്സ് എന്ന് പറയുന്നത്, സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് എല്ലാ ശാസ്ത്രങ്ങളുടെയും ശാസ്ത്രമാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. സ്കൂൾ വിദ്യാർത്ഥികളുണ്ട് ഇവിടെ. ഇൽമുൽ ഉലൂം, സയൻസ് ഓഫ് ദി സയൻസസ്, എല്ലാ ശാസ്ത്രങ്ങളുടെയും ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം. മാർക്കറ്റ് തന്നെ നിയന്ത്രിക്കും. ഓരോ സാധനം കൂടണോ, വെള്ളുള്ളിക്ക് കൂടണോ, ഉരുളക്കിഴങ്ങിന് കുറയണോ, അത് ഒരു പ്രതിഭാസമാണ്. അത് ഒന്ന് കൂടുമ്പോൾ മറ്റതും ഓട്ടോമാറ്റിക്കലി കൂടും. പെട്രോളിന് വില കൂടുമ്പോൾ ലോഡിങ് വണ്ടിക്ക് ടാക്സ് കൂടും, അതിൻ്റെ വാടക കൂടും. അപ്പോൾ ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ വില കൂടും. അങ്ങനെ പോകുന്നതാണ് അത് സാമ്പത്തിക ശാസ്ത്രം. എന്നാൽ ഭൂമി എങ്ങനെയാണോ? ഭൂമി അങ്ങനല്ല. ഭൂമി ഞാൻ ഇപ്പോൾ ഒരു 10 സെന്റ് ഭൂമി എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് 10 ലക്ഷം റുപ്യക്ക് വാങ്ങിയതാ, രജിസ്റ്ററൊക്കെ കഴിഞ്ഞു. പിറ്റേന്ന് ഞാൻ മാർക്കറ്റിൽ ഇറങ്ങാണ്. എൻ്റെ 10 ലക്ഷം രൂപയുടെ ഭൂമിയുമായി പിറ്റേന്ന് ഞാൻ മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് എൻ്റെ തൊള്ളയിൽ തോന്നിയ വിലയാണ് പറയുന്നത്. 20 ലക്ഷം കിട്ടുമോ നോക്കുക. എത്രയാണിത് വാങ്ങുന്നത്? 10 ലക്ഷത്തിൽ. കാരണം ഓനറിയാം ജനങ്ങൾക്ക് വീട് വെക്കാൻ ഭൂമിയില്ല. ഗൾഫിൽ നിന്ന് വന്ന ആളുകളുണ്ട് ഇവിടെ, ഗവൺമെന്റ് ജോലിക്കാരുണ്ട് ഇവിടെ. ഓലെന്തായാലും വീട് വെക്കണം, ഓലെന്തായാലും എൻ്റെ 10 സെന്റ് വാങ്ങും. അപ്പൊ എനിക്ക് തൊള്ളേ തോന്നിയത് പറയാം. 20 ലക്ഷം 10 ലക്ഷം രൂപക്ക് ഇന്നലെ കച്ചവടം കഴിഞ്ഞ ഭൂമി ഇന്ന് ഞാൻ 20 ലക്ഷം രൂപക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ അത് അനുവദനീയമാണോ? അല്ലേ? ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നില്ല. ചിലപ്പോൾ അനുവദനീയമായിരിക്കും, ഹലാലാണെങ്കിൽ അനുവദനീയമാണ്. പക്ഷേ അനുവദനീയമാണെന്ന് പറഞ്ഞാൽ പോലും ഞാൻ പറയുന്നു, നിങ്ങളെ 10 ലക്ഷം ഭൂമിയുടെ വില ഇന്ന് നിങ്ങൾ 20 ലക്ഷമാക്കിയിട്ടുണ്ടെങ്കിൽ ഈ സമുദായത്തിന് അതിൽ നിന്ന് ഒരു വിഹിതം കൊടുക്കണം. എന്താ വിഹിതം? കച്ചവട സ്വത്താണത്. നിങ്ങൾ ഇന്ന് ഭൂമിയെ തക്കാളി പോലെ, പച്ചമുളക് പോലെ, ഉരുളക്കിഴങ്ങ് പോലെ ചരക്ക് ആക്കി മാറ്റിയിട്ടുണ്ട്. കാർഷിക വൃത്തി നിങ്ങൾ മുടക്കിക്കഴിഞ്ഞു. നെല്ല് ഇല്ല, ഗോതമ്പ് ഇല്ല. അതുകൊണ്ട് നിങ്ങളെ ഭൂമിയെ കച്ചവട സ്വത്തിനെ കാണുന്നത് പോലെ 2.5% വെച്ചുകൊണ്ട് അതിന് സക്കാത്ത് കൊടുക്കണം. അപ്പൊ 20 ലക്ഷം റുപ്യന്റെ സക്കാത്ത് എത്ര ഉണ്ടാവും? 10 ലക്ഷം റുപ്യ ആണെങ്കിൽ സക്കാത്ത് കുറയും. 20 ലക്ഷം റുപ്യ ആണെങ്കിൽ ഇരട്ടിയാവും സക്കാത്ത്. അപ്പൊ അതിന്റെ ഗുണം ആർക്ക് കിട്ടും? നാട്ടുകാർക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ കച്ചവടക്കാർ മേപ്പെട്ടെടുക്കൂല. 20 ലക്ഷം എന്ന് അവൻ വില പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ വിലയാണ് എന്ന് നമ്മൾ പറയും. 30 ലക്ഷം വില പറയുന്നത്, ഞാൻ 30-നെ വിൽക്കുള്ളൂ. ആയിക്കോട്ടെ, അത് എൻ്റെ ഇഷ്ടം. എൻ്റെ സ്വത്തിന് വില പറയാൻ നിന്റെ ഇഷ്ടമാണ്. പക്ഷേ ഇസ്ലാമിക പ്രസ്ഥാനത്തിന് പറയാനുള്ളത് 30 ലക്ഷം എന്ന് നിങ്ങൾ അതിന് വില നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ വിലയായി ഞങ്ങൾ അംഗീകരിക്കുന്നു. അതിൻ്റെ ശതമാന കണക്കെടുത്തിട്ട് സക്കാത്ത് അങ്ങോട്ട് കൊടുക്കണം ഒരു കൊല്ലണ്ട് കഴിയുമ്പോൾ. അപ്പൊ അതിൻ്റെ ആനുകൂല്യം നാട്ടിലെ പാവപ്പെട്ടവർക്ക് ലഭിക്കുന്നു. മാർക്കറ്റിലേക്ക് സമ്പത്ത് വരുന്നു. ഇനി നിങ്ങൾ സ്വർണം എടുക്കി. സ്വർണം നമ്മുടെ കേരളത്തിലെ, പ്രത്യേകിച്ച് കാസർഗോഡ്, കണ്ണൂർ ഭാഗങ്ങളിലൊക്കെയുള്ള സ്ത്രീകളുടെ കയ്യിലിരിക്കുന്ന സ്വർണ്ണത്തിനെന്ന് നിങ്ങൾക്കറിയുമോ? 100ഉം 200ഉം പവൻ സ്വർണം കയ്യിൽ വെക്കുന്നവരുണ്ട്. അതിൽ 10 പവൻ 15 പവൻ മാത്രമാണ് ആഭരണമായിട്ട് ധരിക്കുന്നത്. ആഭരണത്തിന് പോലും സക്കാത്ത് ഉണ്ട് എന്ന് പഠിപ്പിച്ചിട്ടുള്ള പണ്ഡിത പ്രമാണിമാര് കഴിഞ്ഞുപോയിട്ടുണ്ട്. ഷാഫി മദ്ഹബിൽ ആഭരണത്തിന് സക്കാത്ത് ഇല്ല, ശരി തന്നെയാണ്. പക്ഷേ കെട്ടിപ്പൂട്ടി വെച്ചിട്ടുള്ള സ്വർണം ഉണ്ടല്ലോ, അത് ആഭരണത്തിന്റെ രൂപത്തിലാണെങ്കിലും കോയൻസിന്റെ രൂപത്തിലാണെങ്കിലും അതിന് സക്കാത്ത് വേണമെന്ന വിഷയത്തിൽ പണ്ഡിത ലോകത്ത് ഒരു തർക്കവുമില്ല. അപ്പൊ 100 പവൻ സ്വർണം നിങ്ങളെ വീട്ടിലുണ്ട്, എന്നിട്ട് അത് ആഭരണമായി ഉപയോഗിക്കുന്നത് ഒരു 10 പവനാണ്. ബാക്കി 90 പവൻ സ്വർണം നിങ്ങളെ വീട്ടിലുണ്ട്. വർഷാവർഷം അതിന് സക്കാത്ത് കൊടുക്കണം. 1 പവൻ സ്വർണം ഉണ്ടായാൽ സക്കാത്ത് കൊടുക്കണം. 10.5 പവൻ എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്.
10.5 പവനെ സക്കാത്ത് ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണ് എന്ന അഭിപ്രായം എനിക്കില്ല. കാരണം വെള്ളിയുടെ കണക്ക് അനുസരിച്ച് സ്വർണത്തിന്റെ കണക്ക് കൂട്ടണം. 595 ഗ്രാം വെള്ളിയാണ് അള്ളാഹുവിന്റെ റസൂൽ സക്കാത്തിന്റെ നിസാബ് ആയിട്ട് കണക്കാക്കിയിട്ടുള്ളത്. അതേ കണക്ക് വെച്ച് നോക്കുമ്പോൾ 595 ഗ്രാം വെള്ളിയോട് തുല്യമായി വരുന്ന സ്വർണം എന്ന് പറയുന്നത് ഏകദേശം 1 പവൻ സ്വർണമാണ്. അപ്പോൾ 1 പവൻ സ്വർണത്തിന് സക്കാത്തും ഉണ്ട്. അപ്പോൾ 90 പവൻ സ്വർണം, 90 പവൻ സ്വർണത്തിന് ഓരോ കൊല്ലവും അതിൽ നിന്ന് 2.5% അങ്ങനെ കുറഞ്ഞു പോകും പത്തായത്തിൽ വെച്ചാൽ. അപ്പൊ സ്വാഭാവികമായിട്ടും ആരും പത്തായത്തിൽ വെക്കാൻ നിൽക്കൂല, ലോക്കറിൽ വെക്കൂല. കാരണം ഇതിങ്ങനെ ലോക്കറിൽ വെച്ചാൽ ഓരോ കൊല്ലവും 50 കഷ്ണം മുറിച്ച് 2.5% കൊടുക്കണം. അവസാനം നോക്കുമ്പോൾ ഇതൊരു 10 കൊല്ലം കഴിയുമ്പോൾ, ഒരു 15 കൊല്ലം കഴിയുമ്പോൾ അവന്റെ പെട്ടിയിൽ സ്വർണം ഉണ്ടാവില്ല. അതുകൊണ്ട് ആ ബുദ്ധിയുള്ളവൻ എന്ത് ചിന്തിക്കും? പെട്ടിയിൽ വെക്കേണ്ട സാധനമല്ല സ്വർണം, അത് മാർക്കറ്റിൽ വരട്ടെ, അത് വ്യവസായത്തിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടട്ടെ, അത് കാർഷിക മേഖലയിൽ വരട്ടെ. അപ്പൊ സ്വർണം മാർക്കറ്റിൽ വന്നു, സാമ്പത്തിക മേഖല അഭിവൃദ്ധിപ്പെടുന്നു. ഇവിടെ ഈ സ്വർണം പെണ്ണുങ്ങൾ കൈ പിടിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതിനൊക്കെ മസാല ഒപ്പിച്ചു കൊടുക്കുന്ന മുസ്ലിയാക്കന്മാരുണ്ട്, മസാല ഉണ്ടാക്കി കൊടുക്കും. എന്നിട്ട് ഈ പെണ്ണുങ്ങൾ അവസാനം മരിക്കുന്നതിൻ്റെ ഒരു 4-5 കൊല്ലം മുന്നേ ഇതൊക്കെ പാടപ്പോ 10-90 പവൻ സ്വർണ്ണമുണ്ട്, എന്തെങ്കിലും ഇപ്പോൾ ഒരു നല്ല കാര്യം ചെയ്യണ്ടേ. അങ്ങനെ ആ സ്വർണത്തിൽ നിന്ന് 1 പവൻ 2 പവൻ 3 പവൻ വിൽപ്പന നടത്തിയിട്ട് അവർ നേരെ വണ്ടി കയറുന്നു, പരിശുദ്ധ മക്കയിലേക്ക് ഒരു ഉംറ ചെയ്യണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, നാട്ടിലെ പാവപ്പെട്ടവന്റെ അവകാശമായി അള്ളാന്റെ കിതാബിൽ എഴുതി വെക്കപ്പെട്ട അവകാശം കൊടുത്തു വീട്ടാതെ സുന്നത്തായ ഉംറക്ക് പോകുന്ന, അല്ലെങ്കിൽ ഫർളായ ഹജ്ജിന് പോകുന്ന നിന്റെ ഹജ്ജ് അള്ളാഹ് സ്വീകരിക്കുമോ? നിന്റെ ഉംറ അള്ളാഹ് സ്വീകരിക്കുമോ? ഉംറക്ക് പോകുന്നതിൻ്റെ മുന്നേ ഈ സ്വർണത്തിന്റെ ആഭരണം വിറ്റുകൊണ്ട് ഉംറക്ക് പോകുന്നതിൻ്റെ മുന്നേ, ഹജ്ജിന് പോകുന്നതിൻ്റെ മുന്നേ നാട്ടിലെ പാവപ്പെട്ടവന്റെ അവകാശം കൊടുത്തതിൻ്റെ ശേഷം പോവുക. സ്വർണത്തിന്റെ കണക്ക് കേരളത്തിലെ മലയാളികളായ പെണ്ണുങ്ങളെ കയ്യിലുള്ള സ്വർണത്തിന്റെ മാത്രം സക്കാത്ത് കൊടുത്താൽ ഇവിടെ പട്ടിണി നിർമ്മാർജ്ജനം ചെയ്യപ്പെടും എന്നതിൽ എനിക്ക് സംശയമില്ല. കാരണം ഏറ്റവും കൂടുതൽ സ്വർണം ഇന്ന് ഉപയോഗിക്കുന്നത്, സൂക്ഷിച്ചു വെക്കുന്നത് മുസ്ലിമീങ്ങളാണ്, മലയാളികളായ മുസ്ലിമീങ്ങളാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സക്കാത്ത് നമ്മൾ പറയുമ്പോൾ കുറെ ഗൗരവമുള്ള വിഷയമാണ്. പട്ടിണി ഈ സമുദായത്തിന്റെ അടുത്തേക്ക് പോലും വരില്ല, പാവപ്പെട്ടവരുണ്ടാകില്ല. കെട്ടിപ്പൂട്ടി വച്ചിരിക്കുന്ന സ്വർണത്തിന്റെ കോയൻസുകൾ പുറത്തേക്ക് വരട്ടെ, ഡയമണ്ടുകൾ പുറത്തേക്ക് വരട്ടെ, മാർക്കറ്റിലേക്ക് വരട്ടെ. പാവപ്പെട്ടവന്റെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യപ്പെടും, കച്ചവടം അഭിവൃദ്ധിപ്പെടും, വ്യവസായ മേഖല പുഷ്ടിപ്പെടും. ഇനി നിങ്ങൾ മറ്റുള്ള വിഷയങ്ങൾ നോക്കി, ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയം വൈകി. ഇത് നിങ്ങളെ ശരിക്കും നിങ്ങളെ മനസ്സിൽ ഇത് ബോധിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇത് വെറുതെ ഉട്ടോപ്യ പറയുന്നതല്ല, സാങ്കല്പികമായി പറയുന്നതല്ല. സാമ്പത്തിക മേഖലയിൽ, കച്ചവടത്തിൻ്റെ മറ്റു മേഖലയിൽ നിങ്ങൾ നോക്കി, നമ്മുടെ മലയാളികളായ കച്ചവടക്കാർ ഒരൊറ്റ രാജ്യം, UAE എന്ന് പറയുന്ന ഒറ്റ രാജ്യം, UAE എന്ന് പറയുന്ന ദുബായ്, അബുദാബി തുടങ്ങിയ പ്രവിശ്യകൾ ഉൾക്കൊള്ളുന്ന UAE എന്ന് പറയുന്ന ആ ചെറിയ രാജ്യത്ത് മാത്രം 100 മലയാളികൾ, 500 കോടി രൂപയിലധികം ആസ്തിയുള്ള 100 മലയാളികളുണ്ട്. വലിയ എന്തായാലും അവർക്ക് പറയാ കിബാറുൽ മുമവ്വിലീൻ എന്നാണ് അറബിയിൽ പറയാ. അവർക്ക് പ്രത്യേക പരിരക്ഷ ആ രാജ്യത്തുണ്ട്, അവർക്ക് പ്രത്യേക സെക്യൂരിറ്റി ഉണ്ട്. കാരണം അവരുടെ സമ്പത്താണ് ആ രാജ്യത്തിന്റെ നട്ടലായി പ്രവർത്തിക്കുന്നത്. 500 കോടി രൂപയിൽ അധികം ആസ്തിയുള്ള 100 മലയാളി മുസ്ലിമീങ്ങൾ UAE മാത്രമുണ്ട്. എത്ര സക്കാത്ത് വരിക? 500 കോടി രൂപയുടെ ആസ്തി ഒരാൾക്കാണ്. അങ്ങനെയുള്ള 100 പേര്, അപ്പൊ എത്രയായി? 500 × 100, 500 × 100 കോടി രൂപ UAE മാത്രം, മലയാളികൾ മാത്രമായ മുസ്ലിമീങ്ങൾ. അങ്ങനെ വരുമ്പോൾ ഒരാൾക്ക് മാത്രം 12.5 കോടി രൂപ സക്കാത്ത് കൊടുക്കാനുണ്ടാവും. ഒരൊറ്റയാൾ 12.5 കോടി രൂപ. അത് അദ്ദേഹത്തിന്റെ UAE സ്വത്താ, കേരളത്തിലെ സ്വത്തല്ല. കേരളത്തിലെ സ്വത്തിനെ കുറിച്ചല്ല പറയുന്നത്. UAE അദ്ദേഹം ഇറക്കിയിട്ടുള്ള, ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സ്വത്തിന്റെ 12.5 കോടി ഒരാൾക്ക് മാത്രം. അങ്ങനെയുള്ള 100 പേര്, 100 × 12.5 1250 കോടി രൂപ. എത്ര? 1250 കോടി രൂപ. നമ്മുടെ പൈസയുണ്ട്, അവകാശമുണ്ട്.
ഔദാര്യമല്ല, ഈ സമുദായത്തിന്റെ അവകാശമുണ്ട്. 1250 കോടി ഉറുപ്പിക ഇവിടെ ഒരു പള്ളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗൾഫിൽ പോയി പിരിവ് നടത്തുക റമദാൻ മാസം. എനിക്ക് ഓർമ്മയുണ്ട് പലപ്പോഴും പരിശുദ്ധ റമദാനിൽ പൊള്ളുന്ന വെയിലിനെ വകവെക്കാതെ പിച്ചപാത്രവുമായി കൊണ്ട് ആരാന്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്തിന്? ഒരു മതസ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഒരു ധർമ്മസ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഒരു സ്ഥാപനത്തിന്റെ കടം വീട്ടാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്, എത്രമാത്രം അധപ്പതനമാണ് ഈ സമുദായത്തിന് വന്നിട്ടുള്ളത്. 1250 കോടി രൂപ UAE മാത്രമുള്ള മലയാളി മുസ്ലിമീങ്ങളുടെ സക്കാത്ത് ഈ നാട്ടിൽ കൃത്യമായി പാലിക്കപ്പെടുകയാണെങ്കിൽ ഒരു പിരിവിനും ഒരു പള്ളിക്ക് വേണ്ടിയിട്ടും ഒരു മദ്രസക്ക് വേണ്ടിയിട്ടും ഒന്നിനു വേണ്ടിയിട്ടും ഇറങ്ങണ്ട. നമുക്കിവിടെ യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കാൻ കഴിയും. നമുക്ക് ഈ രാജ്യം സ്വർഗമാക്കാൻ കഴിയും. സക്കാത്തിന്റെ മാത്രം പൈസ, മറ്റുള്ളതൊന്നും ഞാൻ ഇതിലേക്ക് കൊണ്ടുവരുന്നില്ല. സക്കാത്തിന്റെ മാത്രം പൈസ. ഇനി ഇത് സാധാ മുതലാളിമാർ, ഇനി വലിയ മുതലാളിമാരുണ്ട്, വൻസ്രാവുകൾ. UAE മാത്രം ഞാൻ പറയുന്നത്, സൗദി ഞാൻ പറഞ്ഞിട്ടില്ല. UAE-യെക്കാളും എത്ര ഇരട്ടി സാമ്പത്തിക ഉയർച്ചയുള്ള സൗദി പറഞ്ഞിട്ടില്ല, ഖത്തർ പറഞ്ഞിട്ടില്ല, ബഹ്റൈൻ പറഞ്ഞിട്ടില്ല, ഒമാൻ പറഞ്ഞിട്ടില്ല, കുവൈത്ത് പറഞ്ഞിട്ടില്ല, അമേരിക്കയും യൂറോപ്പും പറഞ്ഞിട്ടില്ല, ഓസ്ട്രേലിയ പറഞ്ഞിട്ടില്ല. മലയാളി മുസ്ലിമീങ്ങളുണ്ട്. സക്കാത്ത് എത്ര ഉണ്ടാകും? ഇനി വേറെ ഒരു ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന് 2022 കണക്ക് അനുസരിച്ച് പത്രത്തിൽ ഇന്റർനെറ്റിൽ വരെ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആസ്തി എത്രയെന്ന് അറിയാം നിങ്ങൾ? $540 കോടി. മുസ്ലിമാണ്, മലയാളിയാണ്. മലയാളിയായ മുസ്ലിമായ ഒരാൾ, അറബ് ലോകത്തും മറ്റും വ്യവസായം നടത്തുന്ന ഒരാൾ, അദ്ദേഹത്തിന് 2022 കണക്കനുസരിച്ച് 540 കോടി ഉറുപ്പ്യല്ല, $540 കോടി. അത് ഗുണിക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ടാവും, നമുക്ക് തെറ്റിപ്പോവും കുടിക്കുമ്പോൾ. അദ്ദേഹം $540 കോടി രൂപ, ഇന്ത്യയിലേക്ക് ഒരു ഡോളറിന് 80 രൂപയാണ്. ഒരു ഡോളറിന് 80 രൂപയാണ്. അപ്പൊ 540 കോടിയെ 80-ൽ ഇനിയും ഗുണിക്കണം. എന്നിട്ട് അതിൻ്റെ 2.5% എന്ന് പറയുമ്പോൾ 1,00,000 കോടി രൂപ ഏകദേശം വരും. എൻ്റെ കണക്ക് തെറ്റിയിട്ടില്ലെങ്കിൽ ഇത്രയും ഭീമമായ തുക ഒരൊറ്റ മുതലാളിയെ കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ വൻസ്രാവുകളുടെ ഗണത്തിൽപ്പെടുന്ന വേറെയും 2-3 വലിയ ആളുകൾ ഈ മലയാളി മുസ്ലിമീങ്ങളിലുണ്ട്. എത്ര ലക്ഷം കോടിയാണ് സക്കാത്തിന്റെ പണം. ഇവർ ഇത് കൊടുക്കുന്നവരുണ്ടാകുമില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ കൊടുക്കാത്തവരും ഉണ്ട്. എന്തേ കൊടുക്കാത്തവരുണ്ടെന്ന് ഞാൻ ഉറപ്പു പറയാൻ കാരണം അതിന് വേറെ ചില തെളിവുകളുണ്ട്. അതൊന്നും ഞാൻ അതിലേക്ക് ഇപ്പോൾ വരുന്നില്ല. അതിൻ്റെ ഒരു തെളിവ് ഞാൻ പറയാം. അതിൽപ്പെട്ട ചില ആളുകൾ ഫെഡറൽ ബാങ്കിൽ പാർട്ട്ണർഷിപ്പ് ഉള്ളവരാണ്. സക്കാത്ത് കൊടുക്കുന്നവൻ ബാങ്കിൽ പാർട്ട്ണർഷിപ്പ് എടുക്കുകയില്ല. കാരണം ബാങ്കിലെ പാർട്ട്ണർഷിപ്പിലൂടെ അദ്ദേഹം പലിശ വാങ്ങുന്നുണ്ട്. പലിശ വാങ്ങുക, പലിശ കൊടുക്കല്ല. പലിശ കൊടുക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള ആളുകൾ ചിലപ്പോൾ നമ്മളൊക്കെ ചിലപ്പോൾ ഗത്യന്തരമില്ലാതെ കൊടുക്കേണ്ടി വരും, അള്ളാഹ് കാക്കട്ടെ. പക്ഷേ പലിശ വാങ്ങുന്നുണ്ടോ എങ്കിൽ അവൻ സക്കാത്ത് കൊടുക്കൂല. പലിശ വാങ്ങുന്നവൻ സക്കാത്ത് കൊടുക്കൂല, സംശയമില്ല. കാരണം ആരാന്റെ പൈസ കറന്ന് കുടിക്കുകയാണ്. പാവപ്പെട്ടവനെ പീഞ്ഞു കുടിക്കുന്നവൻ എങ്ങനെ പിന്നെ പാവപ്പെട്ടവന് പൈസ കൊടുക്കൂല. അപ്പൊ ഇതിൽ ഫെഡറൽ ബാങ്കിൽ പാർട്ട്ണർഷിപ്പ് ഉള്ള ആളുകൾ അവർ സക്കാത്ത് കൊടുക്കുന്നുണ്ട് എന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയില്ല, സാധ്യതയില്ല 1% പോലും. അതുകൊണ്ട് ഇവരെ എല്ലാവരെയും ഞാൻ ആരെ കുറ്റപ്പെടുത്തല്ല, ഇവരെല്ലാത്തോണ്ടായിരിക്കും. ഇതിൻ്റെ ഒക്കെ ഉത്തരവാദി താടിയും തലപ്പാവുമുള്ള പണ്ഡിത കോലങ്ങളാണ് ഒരു പരിധിവരെ. അവരെ നേർക്ക് നേരെ പോയി സമീപിച്ച് സക്കാത്തിനെ കുറിച്ച് പറഞ്ഞ് ബോധിപ്പിച്ച് സൗമ്യമായി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഒരു നഷ്ടവുമില്ല. നിങ്ങൾക്ക് ദുനിയാവും കിട്ടും, ആഖിറവും കിട്ടും. നിങ്ങളെ കച്ചവട സാമ്രാജ്യം വികസിക്കും, ബറക്കത്ത് ഉണ്ടാകും. എല്ലാ നിലക്കും പറഞ്ഞു കൊടുത്താൽ അവർ അത് ഉൾക്കൊള്ളാൻ തയ്യാറാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അതിനുള്ള സംവിധാനം ഇന്നിവിടെ ഇല്ല. മുതലാളിയെ നമ്മൾ കൊണ്ടുവരും. എന്തിന്? മൂപ്പരെ കൊണ്ടുവന്നിട്ട് പള്ളിൻ്റെ മുമ്പ് തന്നെ ഇരുത്തും, കസേരട്ടെടുത്ത് ഇരുത്തും, സ്റ്റേജിൻ്റെ മുകളിൽ കയറ്റിയിരുത്തും. നമ്മൾ മൂപ്പരെ പൊക്കി പറയും, എല്ലാം പറയും. എന്നിട്ട് മൂപ്പരെ വക ഒരു 10 ലക്ഷം റുപ്യ സംഭാവന റെസീറ്റിൽ എഴുതും. എന്ത് 10 ലക്ഷം റുപ്യ? 1,00,000 കോടി സക്കാത്ത് കൊടുക്കേണ്ട ഒരാൾ 10 ലക്ഷം സംഭാവന തന്നാൽ മൂപ്പരെ എല്ലാം കഴുകി ശുദ്ധിയാക്കി വൃത്തിയാക്കി കറ കളഞ്ഞ ശുദ്ധനായ ആളായിട്ട് മാറി. ഇതല്ല വിശുദ്ധ ഇസ്ലാമിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ സഹോദരന്മാരെ. അതുകൊണ്ട് എൻ്റെ ഈ സംസാരം കേൾക്കുന്ന ആളുകൾ, ഞാൻ ഏതെങ്കിലും ഒരാളെക്കുറിച്ചോ ഒരു സമൂഹത്തെക്കുറിച്ചോ ഒരു വ്യക്തിയെക്കുറിച്ചോ ഒന്നും ആക്ഷേപമായി പറഞ്ഞിട്ടുള്ളതല്ല. ഈ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി, ഈ നാട്ടിലെ ജനങ്ങളുടെ ശാക്തീകരണത്തിന് വേണ്ടി, വിശുദ്ധ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ
അന്തസ്സാർന്ന ജീവിതത്തിന് വേണ്ടി, അതിൻ്റെ കൂടെ ഈ മഹത്തായ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പണം കെട്ടിപ്പൂട്ടി കിടക്കാൻ പാടില്ല എന്നത് ഈ നാടിൻ്റെ തന്നെ പുരോഗതിക്ക് ആവശ്യമാണ്. അതിനെല്ലാം പരിഗണിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തി വൽ ജലാൽ നമ്മൾ ഈ പറഞ്ഞതിനെയും കേട്ടതിനെയും എല്ലാം ഒരു സാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി